ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഞാനിപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിലാണ്. ഇവിടുന്ന് ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടുമുറ്റത്തെ മുന്തിരിക്കൊലകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ വീടിൻ്റെ മതിലുമ്മ കയറി കിടക്കുന്ന മുന്തിരിവള്ളിയും അത് നിറയെ കായ്ച്ചു കിടക്കുന്ന മുന്തിരിക്കൊലകളുമാണ് ഞാൻ അതിൽ കാണിച്ചിരുന്നത്. ഇപ്പം അത് കുറേയൊക്കെ പഴുപ്പതിയായി കേടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കുപ്പി കിട്ടിയപ്പോൾ ഞാനതിൽ വൈൻ ഇടാനാണ്, ഇംഗ്ലീഷുകാർ വൈൻ ഇടുന്ന മെത്തേഡ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വൈൻ ഇടാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത്. ഇതിലൊരുപാട് കൊലകൾ ഇനിയും കിടക്കുന്നുണ്ട്. കുറേയൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുന്നുണ്ട്, ഡെയിലി ജ്യൂസ് അടിച്ച് കുടിക്കുന്നുണ്ട്. എന്നാലും തീരില്ല. കണ്ടമാനം മുന്തിരിയാണ് ഇതിന് ഉള്ളിൽ നിറയെ വലിയ വലിയ കൊലകൾ. കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നിന്ന് ഇനിയിപ്പോൾ നല്ല കൊലകൾ നോക്കിയിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് വൈനിടാൻ വേണ്ടി. നിങ്ങൾക്ക് കാണാതിരിക്കും, നല്ല ബെസ്റ്റ് മധുരമുള്ള മുന്തിരി. നല്ല മുന്തിരിയാണ്, നല്ല വലിപ്പമുണ്ട്, നല്ല കളറും ഉണ്ട്. നമ്മളിത് ജ്യൂസ് അടിക്കുമ്പോഴേക്കും നല്ല ഒരു ഡാർക്ക് റെഡ് കളറാണ് ആ ജ്യൂസിന്. നല്ല ബെസ്റ്റ് മുന്തിരിയാണ്, നല്ല മധുരമുള്ള മുന്തിരിയാണ്. ഇത് കുറച്ച് പൊട്ടിച്ച് വൈനിടാനുള്ള തീരുമാനത്തിലാണ്. അത് നിങ്ങൾക്ക് കാട്ടിത്തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2-3 കിലോളം മുന്തിരി പൊട്ടിച്ചെടുക്കാം. കുപ്പിയിൽ അളവറിയില്ല, അത് ഇട്ട് നോക്കിയാലേ എത്ര കുപ്പിയിൽ കൊള്ളുമെന്ന് പറയാൻ പറ്റുള്ളൂ. കണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ള എത്ര മുന്തിരി പൊട്ടിച്ച് ഏകദേശം ഒരു 3 കിലോളം മുന്തിരി പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. കത്രിക കൊണ്ട് ഓരോ പീസ് കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് നമുക്ക് വാഷ് ചെയ്യാനുള്ള, ചൂടുവെള്ളം ഒഴിച്ച് വാഷ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് മുന്തിരി ആ ഞെട്ട് പൊട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. അതുകൊണ്ട് തന്നെ കത്രിക കൊണ്ട് ഞെട്ട് പിടിക്കാതെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. 21 ദിവസമാണ് ഈ വൈൻ്റെ കാലാവധി. 21 ദിവസം നമ്മളിത് കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കണം. അതുപോലെ 1-2 ദിവസം ഇതെടുത്ത് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിനു വേണ്ടി നമ്മൾ കുപ്പി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി. കഴുകി ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുന്തിരി ഇത് ഒരു കെമിക്കലും ഇടാത്ത കീടനാശിനിയോ അല്ലെങ്കിൽ വളങ്ങളോ ഒന്നും ചെയ്യാതെ ഉണ്ടായ മുന്തിരിയാണിത്. ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട്. യാതൊരു വളവും ചെയ്തിട്ടില്ല, കീടനാശിനി അടിച്ചിട്ടില്ല, ഒന്നുപോലും കേടുവരാതെ നിറയെ കായ്ച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉപ്പുവെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് വെറുതെ 2-3 വട്ടം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ലാസ്റ്റ് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു വട്ടം കഴുകിയെടുത്താൽ മതി. പിന്നെ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളം വാർന്ന് പോകുന്നത് വരെ ഒരു സ്റ്റെയിനറിൽ വെക്കുക. വെള്ളം വാർന്ന് കിട്ടിയാൽ മതി. നമ്മളിത് ഡ്രൈ ആക്കേണ്ട ഒരാവശ്യമില്ല. കണ്ടല്ലോ, ഇപ്പം അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 3 കിലോ മുന്തിരി ഉണ്ടത്. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കുക. ഒരു 2-3 വട്ടം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു വട്ടം ഇട്ട് കഴുകി എടുക്കുക. ഇതിപ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ കഴുകി വെള്ളം ഒക്കെ പോയി എടുത്ത സാധനമാണ്. ഇനി ഇത് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ചൂടുവെള്ളത്തിൽ ഇട്ടത് കൊണ്ട് തന്നെ നമുക്കിത് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കുപ്പി. ഇത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കഴുകിയെടുത്ത കുപ്പിയാണ്. അത് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തേക്കണതാണ്. ഇനി അതിലേക്ക് വേണ്ടത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം, ജാതിപത്രി. ഇതാണ് ഇവിടെ ഇംഗ്ലീഷുകാർ വൈന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഷുഗറാണ്. അത് വൈറ്റ് ഷുഗറല്ല, ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്.
ഇനി മുന്തിരി നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് നോക്കാം. എത്ര ഈ കുപ്പിയിൽ കൊള്ളുമെന്നുള്ളത് നമുക്ക് അളവറിയില്ല. അതുകൊണ്ട് ഇട്ട് നോക്കിയതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. 1 കിലോ മുന്തിരിക്ക് 1/2 കിലോ പഞ്ചസാര എന്ന കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം മുന്തിരി വൈൻ മധുരമല്ല, ഒരു ചവർപ്പാണ് ഉണ്ടാവുക. മധുരം കൂടുതൽ, ഇത് നല്ല മധുരമുള്ള മുന്തിരിയാണ്. പിന്നെ മധുരം നമ്മൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര വെള്ളം കുടിക്കുന്നത് പോലെയാകും. അതുകൊണ്ട് തന്നെ മധുരം ഇടുന്നതാണ് നല്ലത്. നമുക്ക് ഈ മുന്തിരി കുപ്പിയിലേക്ക് ഇട്ട് നോക്കാം. നമ്മളെപ്പോഴും വൈനിടുമ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടുന്ന പാത്രത്തിൻ്റെ 1/4 ഭാഗം മാത്രമേ ഇത് വരാൻ പാടുള്ളൂ. അതിന് മുകളിലേക്ക് പോകരുത്. ഫുള്ളായിട്ട് കുപ്പിയായാലും ഭരണിയായാലും നിറയെ ഇടരുത്. നമ്മളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് അത് ഒരു 1/4 ഭാഗത്തിൽ നിൽക്കണം. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ 1/4 ഭാഗത്തിൽ നിൽക്കണം. ഇനി ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം, ജാതിപത്രി ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കുപ്പിയുടെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉടച്ച് നോക്കിയാലേ അറിയുള്ളൂ ഇതിലേക്ക് ഇനി എത്ര കൊള്ളൂ എന്നുള്ളത്. ഇനി നമ്മൾക്ക് അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ഇടാം. ഇത് നല്ല ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, 1 സ്പൂൺ ഈസ്റ്റ്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് 1.25 കിലോ പഞ്ചസാരയാണ് ഞാൻ മൊത്തം എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ഏകദേശം ഒരു 1/4 ഭാഗം ഇട്ടിട്ട് ബാക്കിയുള്ളത് ലാസ്റ്റ് ഇടാം. വൈറ്റ് ഷുഗർ വേണ്ടവർക്ക് വൈറ്റ് ഷുഗർ ഉപയോഗിക്കാം. ഞങ്ങളിവിടെ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രൗൺ ഷുഗർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് ഒരു കയ്യിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ എന്തെങ്കിലും സാധനം വൃത്തിയുള്ളത് എന്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് കഴുകി തുടച്ച് വൃത്തിയിലെടുക്കണം. ഞാനിവിടെ ഒരു കയ്യിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഗോതമ്പാണ്. ഇത് സൂചി ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പാണിത്. ബ്രോക്കൺ വീറ്റാണ്. ഇത് ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ട്. ഇത് കഴുകി വൃത്തിയായി ഉണക്കിയെടുത്തതാണ്. നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് വൃത്തിയിൽ ഉണക്കിയെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇടാം. ഇനി ഇതെല്ലാം കൂടെ ഉടച്ചു കൊടുക്കുക. കണ്ടല്ലോ, ഞാനൊരു കുണ്ടുള്ളൊരു തവിയാണ് ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് എന്ത് സാധനം എടുക്കുകയാണെങ്കിൽ അത് കഴുകി തുടച്ച് വൃത്തിയിലെടുക്കണം. വെള്ളം ഉണ്ടാവാൻ പാടില്ല, അഴുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് ഉപയോഗിച്ച് നമുക്ക് നന്നായി ഉടച്ചു കൊടുക്കാം. കാരണം ഈ മുന്തിരി ഇങ്ങനെ ഇതിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് വൈനാവില്ല. അത് നമ്മളൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. ഇത് ഉടച്ചു കൊടുത്താലാണ് വൈനാവുള്ളൂ. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ കുരു ഇതിൻ്റെ കൂടെ അരിഞ്ഞു വരുന്നത് കൊണ്ട് ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് മിക്സിയിലിട്ട് അടിക്കാത്തത്. നമ്മൾ ഇടുന്ന കുപ്പിയിൽ അല്ലെങ്കിൽ മറ്റൊരു വൃത്തിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്കിട്ട് ഉടച്ചിട്ട് കുപ്പിയിലേക്ക് ഇട്ടാലും മതി. ഇതാകുമ്പോൾ എളുപ്പമാണ്. കുപ്പിയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലൊരു കയ്യിൽ എടുത്ത് ഇത് ഉടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ വൈൻ 21 ദിവസം മൂടിക്കെട്ടി വെക്കണം. അതിൻ്റെ ഇടയിൽ 1.25 ദിവസം ഇത് എടുത്ത് ഇളക്കി കൊടുക്കണം. 1.25 ദിവസം, ഒരു 15 ദിവസം വരെ 1.25 ദിവസം ഇത് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ 21 ദിവസം വരെ നമ്മളിതൊന്നും ചെയ്യണ്ട, അടച്ചു വയ്ക്കുക. ഇത് കുപ്പി കൊണ്ടുപോയി വെക്കുമ്പോൾ ഇരുട്ടുള്ള ഭാഗത്ത്, അതായത് സൂര്യപ്രകാശം അടിക്കാത്ത ഭാഗങ്ങൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ വേണം ഈ വൈൻ സൂക്ഷിക്കാനായിട്ട്. 21ാമത്തെ ദിവസം നമുക്കിതെടുത്ത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് ചില്ലു കുപ്പികളിലാക്കി വെക്കുക. പ്ലാസ്റ്റിക് കുപ്പികളിലല്ല, ചില്ലു കുപ്പികളിലാക്കി വൃത്തിയിൽ അടച്ചു വെക്കണം. എത്ര കാലം വേണമെങ്കിലും വൈൻ ഇരിക്കുന്തോറും അതിന് വീര്യം കൂടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഉടച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അതിലേക്ക് ചേർക്കാൻ പറ്റും.
ഏകദേശം ഇപ്പോൾ ഒരു 2.5 കിലോ മുന്തിരി ഈ കുപ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ എടുത്തതിൽ ഒരു 1/2 കിലോ മുന്തിരി ബാക്കി വന്നിട്ടുണ്ട്. ഏകദേശം 3 കിലോ മുന്തിരിയാണ് നമ്മൾ എടുത്തത്. അതിലൊരു 2.5 കിലോ മുന്തിരി നമ്മൾ ഈ കുപ്പിയിലേക്ക് ഇട്ടു. നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അത് എല്ലാ മുന്തിരിയും പൊട്ടണം, നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. എന്നാലാണ് ഇതെല്ലാം കൂടെ മിക്സായി പെട്ടെന്ന് വൈനായി മാറുള്ളൂ. ഇങ്ങനത്തെ ഒരു തവിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിത് ഉടയ്ക്കാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ മരത്തിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ഉടച്ച് ഇളക്കിയിടുക. കുറച്ചുകൂടെ മുന്തിരി ഇതിലേക്ക് ഇടാം. നമുക്കിനി ബാക്കിയുള്ള പഞ്ചസാര ഇടാം ഇതിലേക്ക്. ഇപ്പോൾ 1.25 കിലോ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. 2.5 കിലോ മുന്തിരി ക്ക് 1.25 കിലോ പഞ്ചസാര. എല്ലാം കൂടെ ഒന്നുകൂടെ ഉടച്ച് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തണം. കുറച്ചുകൂടെ മുന്തിരി ഇതിലേക്ക് ഇടാം. നമ്മളെടുത്ത മുന്തിരിയിൽ ഏകദേശം 1/2 കിലോ മുന്തിരി ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളമാണത്. 1/2 ലിറ്റർ വെള്ളം തിളപ്പിച്ചാറ്റി വെച്ചിരിക്കുന്നതാണ്. കുപ്പിയുടെ 1/4 ഭാഗത്തോളെ വരാൻ പാടുള്ളൂ. എല്ലാം ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കണം. 1/2 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കി വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇനി നന്നായി ഇളക്കി ഇത് മൂടി ഒന്നുകിൽ ഒരു കോട്ടൺ തുണിയോ വൃത്തിയുള്ള കോട്ടൺ തുണി എടുത്ത് അടച്ച് കെട്ടി വയ്ക്കുക. ഇല്ലെങ്കിൽ കിച്ചൺ ടവല്, ഇവിടെയൊക്കെ കിച്ചൺ ടവലാണ് ഉപയോഗിക്കുന്നത്, ടിഷ്യൂ പോലത്തെ കിച്ചൺ ടവല്, അതുകൊണ്ട് മൂടിക്കെട്ടിയാലും മതി. അതിൻ്റെ വക്കമൊക്കെ നല്ലപോലെ തുടച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു കിച്ചൺ ടവല് 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് കുപ്പിയാവുമ്പോൾ അതിൻ്റെ അടുപ്പ് ടൈറ്റ് ഉള്ളതാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ അടപ്പ് കൊണ്ട് ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി. ഇത് വെളിച്ചം കയറാത്ത ഇരുട്ടുള്ളൊരു മൂലയിൽ കൊണ്ടുവയ്ക്കണം. ഇത് വെളിച്ചത്ത് വെക്കരുത്. ഭരണിയാണെങ്കിൽ നിങ്ങൾ നല്ല പോലെ ഒരു തുണി എന്തെങ്കിലും ഇട്ട് മൂടി കെട്ടിയതിന് ശേഷം വേണം അടച്ചു വെക്കാനായിട്ട്. ഇതിനി 1.5 എടുത്ത് ഇളക്കി 15 ദിവസം വരെ 1.5 എടുത്ത് ഇളക്കി കൊടുക്കണം. 21ാമത്തെ ദിവസം നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റും. സ്വാദിഷ്ടമായ വൈൻ തയ്യാറായിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ അറിവുകളും കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു, ബൈ.